മനുഷ്യ ജീവിതത്തിൽ ധാരാളം വാദപ്രതിവാദങ്ങൾ ഉണ്ടാകാറുണ്ട്. പാർക്കുന്ന ദേശത്ത്, കുഞ്ഞുങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച്, പൈശാചിക തലങ്ങൾ ഒക്കെ നമ്മളോട് വാദിക്കാറുണ്ട്. പലപ്പോഴും വാദിക്കുന്നവരോടും നാം വാദിക്കാൻ പോയി പരാജയപ്പെട്ട അനുഭവങ്ങൾ നമുക്കുണ്ട്. എന്നാൽ നമ്മൾക്കെതിരെ ഒരാൾ വാദിക്കാൻ എഴുന്നേറ്റാൽ നാം ചെയ്യേണ്ടത് എന്താണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുക. 35 സങ്കീർത്തനത്തിന്റെ 1 വാക്യം ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. യഹോവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ, എന്നോട് പൊരുതുന്നവരോട് പൊരുതേണമേ. സ്തോത്രം. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നോട് ചിലരൊക്കെ വാദിക്കുന്നുണ്ട്, അവരോട് വാദിക്കാൻ എനിക്ക് ശക്തിയില്ല, എനിക്ക് വേണ്ടി വാദിക്കാൻ എൻ്റെ കർത്താവ് ഇറങ്ങണമേ. യോബ് പറയുന്നുണ്ട്, വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നിനക്ക് ആരുണ്ടെന്ന് ചോദിച്ചപ്പോൾ യോബ് പറയുക, എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലുമാണ്. യോബിന്റെ ഒരു വിശ്വാസം തനിക്ക് വേണ്ടി വാദിക്കാൻ ദൈവം ഇറങ്ങുമെന്നുള്ളതാണ്. ഇവിടെ ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, എന്നോട് വാദിക്കുന്നവരോട് വാദിക്കണമേ. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെയോ വിഷയത്തിൽ ചില പൈശാചിക ശക്തികൾ നിന്റെ ആരോഗ്യത്തോട് നിന്ന് വാദിക്കുക, നിന്റെ സമ്പത്തിനോട് നിന്ന് വാദിക്കുക, നിന്റെ തലമുറയോട് നിന്ന് വാദിക്കുക. തിരിച്ചു പൊരുതാൻ നിനക്ക് ശക്തിയില്ല. പക്ഷെ നീ സേവിക്കുന്ന ദൈവത്തിന് നിന്നോട് വാദിക്കുന്നവരോട് വാദിക്കാൻ, നിന്നോട് പൊരുതുന്നവരോട് പൊരുതാൻ എൻ്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ഈ ദിവസങ്ങളിൽ നിനക്ക് വേണ്ടി എൻ്റെ ദൈവം അഡ്വക്കേറ്റിന്റെ കോട്ടിടട്ടെ. ദൈവം നിനക്ക് വേണ്ടി വാദിക്കാൻ ഇറങ്ങട്ടെ. ഈ ദിവസങ്ങളിൽ നിനക്കുള്ള വിധി ദൈവത്തിൽ നിന്ന് വരാൻ പോവുകയാണ്. ആ വാക്യത്തിന്റെ താഴെ വാക്യങ്ങളോട് നിങ്ങൾ ശ്രദ്ധിച്ച്, നീ പരിചയും പലകയും പിടിച്ച് എനിക്കു സഹായത്തിനായി എഴുന്നേൽക്കണമേ. അടുത്ത വാക്യം ശ്രദ്ധിച്ചോ, നീ കുന്തമൂരി എന്നെ പിന്തുടരുന്നവരുടെ വഴികളെ അടച്ചു കളയണമേ. എന്നോട് പൊരുതാൻ ശത്രു വരുന്നൊരു വഴിയുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുക, കർത്താവേ, ആ വഴിയെ ദൈവം അടച്ചു കളയണമേ. ഈ ദിവസങ്ങളിൽ എന്താണ് ഈ വചനത്തിന്റെ ദൂത്? നീ കണ്ടുകൊണ്ട് കാണാൻ പോവുക. നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കുന്നതും, നിന്നോട് പൊരുതുന്നവരോട് ദൈവം പൊരുതുന്നതും, നിനക്ക് വിജയം ലഭിക്കുന്നതും നീ കാണാൻ പോകുകയാണ്. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥനായ പിതാവേ, എൻ്റെ ജനത്തോട് പൊരുതുന്ന ശക്തിയോട് പൊരുതുവാൻ എൻ്റെ ദൈവം ഇറങ്ങുന്നത് കൊണ്ട് സ്തോത്രം. വാദിക്കുന്നവരോട് വാദിക്കാൻ ഇറങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന നിന്റെ മക്കൾക്ക് ജയം ദൈവം കൽപ്പിച്ചിരിക്കുന്നതോട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നിശ്ചയമായും നിന്നോട് വാദിക്കുന്നവരോട് വാദിക്കാൻ ദൈവം ഇറങ്ങും. നിന്നോട് പൊരുന്നവരോട് ദൈവം പൊരുതും. നിനക്ക് വിജയം തരും. ഗോഡ് ബ്ലെസ് യു.